Hello, good morning everyone. Here we are studying Module 4 from Engineering Mechanics, and in the previous three videos we already seen the main topics, that is rectilinear translation. അതിലെ കൈനറ്റിക്സും കൈനമാറ്റിക്സും ഒക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൊഡ്യൂൾ 4-ലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് കർവ്ലീനിയർ ട്രാൻസ്ലേഷൻ. അതിൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ പോർഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് കൈനറ്റിക്സ് കർവ്ലീനിയർ ട്രാൻസ്ലേഷൻ. പ്രൊജക്റ്റൈൽ മോഷനും പഠിക്കാണ്ട് നമുക്കത് എന്തായാലും പഠിക്കാം. നേരത്തെ പറഞ്ഞ തന്നെ ഇതിൽ നമ്മൾ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൈനമാറ്റിക്സ് ഓഫ് കർവ്ലീനിയർ ട്രാൻസ്ലേഷനാണ്. കൈനമാറ്റിക്സ് ഓഫ് കർവ്ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ ആ കർവ് ഷേപ്പിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ ഈ കൈനമാറ്റിക്സ് ഓഫ് കർവ്ലീനിയർ ട്രാൻസ്ലേഷൻ ആണ് പഠിക്കുന്നത്. അതിൽ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. കർവ്ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് കർവ്. ഇഫ് എ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് കർവ്, then the motion is called curvilinear translation. Okay, then the motion is called curvilinear translation. കർവിലൂടെ പാത്ത് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയും? കർവ്ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇതിനെ ഇറ്റ് ഹാസ് ബോത്ത് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. നമുക്കറിയാം ഇങ്ങനെ കർവ് കൂടെ പാത്ത് ചെയ്യുന്ന എല്ലാം ആദ്യം റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനേനു. റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പാസ് ചെയ്യുന്നത്. അത് ഇൻക്ലൈൻഡ് ആവാം, ഹൊറിസോണ്ടൽ ആവാം, വെർട്ടിക്കൽ ആവാം, ബട്ട് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. കർവ്ലീനിയർ എന്ന് പറഞ്ഞാൽ കർവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പോൾ ഈ കർവിലൂടെ പാത്ത് ചെയ്യുന്ന ഒരു ബോഡീനെ, അല്ലെങ്കിൽ ആ മോഷനിലെ ആ ബോഡീനെ ഡിഫൈൻ ചെയ്യാൻ 3 മെത്തേഡാണുള്ളത്. നമുക്കറിയാം, ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയാൻ നമ്മൾ XY കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതിൽ പോളാർ കോർഡിനേറ്റ്സ് എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇവിടെ 3 മെത്തേഡ് സാധാരണ യൂസ് ചെയ്യലുണ്ട്. ഫസ്റ്റാണ് റെക്റ്റാങ്കുലർ ഓർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ XY കോർഡിനേറ്റില്ലേ, അതിനെയാണ് നമ്മൾ ഈ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. നോർമൽ ആൻഡ് ടാൻജൻറ്റ് കോർഡിനേറ്റ്. നോർമൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ ഓരോ പോയിൻറ്റിന് ഒരു ടാൻജൻറ്റും വരക്കും, അതിനൊരു പെർപെൻഡിക്കുലറും വരക്കും. അടുത്തതാണ് പോളാർ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും അതിൻ്റെ ആംഗിളും നോക്കിയിട്ടാണ് നമ്മൾ ഈ പോളാർ കോർഡിനേറ്റ്സ് പറയുന്നത്. അടുത്ത സ്ലൈഡിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാം. ഫസ്റ്റ് ഉള്ളത് റെക്റ്റാങ്കുലർ ഓർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു XY ആക്സിസിൽ P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിൻ്റെ പൊസിഷനാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്കറിയാം, സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ XY കോർഡിനേറ്റ് എഴുതും. X ആൻഡ് Y കോർഡിനേറ്റ്. ഈ O എന്നുള്ള പൊസിഷൻ തൊട്ട് ഈ X ആക്സിസിൽ അതിന് എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? X എന്ന് വിളിക്കുന്നത്. അതേപോലെ Y എന്ന് പറയുന്നത് ഇതിന് എത്രത്തോളം ഹൈറ്റ്, Y ആക്സിസിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു അതിനെയാണ് നമ്മൾ Y എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്ടറിനെ നമുക്ക് എന്തെഴുതാം? R is equal to RXI പ്ലസ് RYJ എന്ന് എഴുതാം. സാധാരണ നമ്മൾ പഠിക്കുന്ന അതേ സെയിം കൺസെപ്റ്റിൽ തന്നെ ഇത് പോകുന്നത്, കൂടുതലൊന്നും പഠിക്കാനില്ല. ഇതിൽ തന്നെ പൊസിഷൻ വെക്ടർ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി വെക്ടറിനെ എങ്ങനെ എഴുതാം? വെലോസിറ്റി വെക്ടർ ഇസ് ഈക്വൽ ടു VXI പ്ലസ് VYJ എന്ന് എഴുതാം. അതിൽ VX എന്ന് പറഞ്ഞാൽ എന്താ? അതായത് VX എന്ന് പറഞ്ഞാൽ എന്താ? d/dt ഓഫ് RX ആയിരിക്കും. RX എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നമ്മൾ പൊസിഷൻ വെക്ടറിൽ RXI എന്ന് എഴുതിനു. ഈ RX എന്നുള്ള ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് VX കിട്ടുന്നത്. അതേപോലെ VY കിട്ടുന്നത് എന്താ? d/dt ഓഫ് RY. രണ്ടാമത്തെ ടേം ഉണ്ട്, അതായത് RYJ ഈ RYനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? VY കിട്ടുന്നത്.
ഇങ്ങനെ കിട്ടുന്ന ഈ സാധനത്തിന് വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മോഡ് എടുക്കുമ്പോഴാണ് നമുക്ക് മോഡ് വി, അതായത് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആക്സിലറേഷൻ വെക്ടറാണ്. ആക്സിലറേഷൻ വെക്ടറിനെ നമ്മൾ എഴുതുന്നത് എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ, വേർ എ എക്സ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വി എക്സ് ആയിരിക്കും, എ വൈ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് വി വൈ ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അവിടെ ഡി ബൈ ഡി ടി ഓഫ് ആർ എക്സിനും ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് വി എക്സ്, ഡബിൾ ഡിഫറൻസിയേഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഇത് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ല, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പാണ് നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കോർഡിനേറ്റ്. നേരത്തെ നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ് എടുക്കണ പകരം ഇവിടെ ഇപ്പോൾ ഈ ഒരു റെഡ് കളറിലുള്ള പാത്ത് കൂടെയാണ് നമ്മളെ ബോഡി മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഇതിലേതെങ്കിലും ഒരു പോയിൻറ്റിനെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോയിൻ്റ് എടുത്തു. ഇപ്പോൾ ഈ പോയിൻ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിൻ്റ് എടുത്തു. ഈ പോയിൻറ്റിന് ടാൻജൻ്റായിട്ട് നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു. ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറായിട്ടും ഒരു ഇത് വരച്ചു. ഇതിനാണ് നോർമൽ ആൻഡ് ടാൻജൻ്റൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടാൻജൻ്റൽ കോർഡിനേറ്റ്സ് ഈസ് അലോങ് ദ ടാൻജൻറ്റ് ഓഫ് ദ കർവ് അറ്റ് എ പോയിൻറ്റ് ആൻഡ് നോർമൽ കോർഡിനേറ്റ് ഈസ് ഇൻ ദ ടാൻജൻറ്റ് perpendicular to the tangent. Okay, is perpendicular to the tangent. അപ്പോൾ ഇങ്ങനെ വരക്കുന്നതിന് തന്നെ നോർമൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങളിതിൻ്റെ തിയറി മാത്രം പഠിച്ചാൽ മതി. ബട്ട് നമ്മളെ ആദ്യത്തെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റും പോളാർ കോർഡിനേറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടാവും. അത് കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതലൊന്നുമില്ല, ഇതിനൊരു നോർമൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഇപ്പോൾ മോഡ് വി ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി എൻ സ്ക്വയർ പ്ലസ് വി ടി സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി വെക്ടർ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? നമ്മൾ നേരത്തെ വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്ന് എഴുതിയ പോലെ ഇവിടെ വി എൻ ഐ പ്ലസ് വി ടി ജെ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ മോഡ് എടുക്കുമ്പോഴാണ് നമുക്ക് മോഡ് വി കിട്ടുന്നത്. അതേപോലെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എൻ സ്ക്വയർ പ്ലസ് എ ടി സ്ക്വയർ. അപ്പോൾ വെക്ടർ എ എങ്ങനെ എഴുതാം? നമ്മൾ എ എൻ ഐ പ്ലസ് എ ടി ജെ എന്ന് എഴുതും. ഓക്കെ, അടുത്തതാണ് പോളാർ കോർഡിനേറ്റ്സ് ഓർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. പോളാർ കോർഡിനേറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ മോഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോൾ ആൻഡ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഫിക്സ്ഡ് റെഫറൻസ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ, അപ്പോൾ ടാൻജൻറ്റും നോർമലും അല്ല നോക്കുന്നത്, എക്സും വൈയും അല്ല നോക്കുന്നത്. നമ്മളിവിടെ നോക്കുന്നത് ഒന്ന് ഒരു റേഡിയൽ ഡിസ്റ്റൻസും രണ്ടാമത് നിൽക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻറ്റ്. അതായത് പണ്ട് നമ്മൾ ആർ തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ അറിയില്ല, എന്തായാലും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ കേസിലെ എക്സും വൈയും എടുക്കണ പകരം ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്. ഇപ്പോൾ ബ്ലൂ കളറിലുള്ള ലൈനിലൂടെയാണ് നമ്മളെ കർവ് അതായത് ബോഡി മൂവ് ചെയ്യുന്നത്. അതിൽ ഈ പി എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ പൊസിഷനാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻ്റ്, അതായത് ഒ എന്ന് പറഞ്ഞ ഫിക്സ്ഡ് പോയിൻ്റിൽ നിന്ന് നമ്മളെ പി എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആറിനെയാണ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ റെഫറൻസ് ആക്സിസ്, അതായത് നമ്മളെ റെഫറൻസ് ആക്സിസ് എക്സ് ആണ്. ഈ എക്സിൽ നിന്നും എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് മാറിയിട്ട് ഈ ആംഗിൾ തീറ്റയാണ് നമ്മൾ രണ്ടാമത്തെ റെഫറൻസ് പോയിൻ്റ് ആക്കി എടുക്കുന്നത്. അതായത് ഈ പി എന്ന് പറഞ്ഞ പോയിൻറ്റിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആറ് തീറ്റ എന്നീ രണ്ട് കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതിനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. പോളാർ കോർഡിനേറ്റ്സിൽ ഇതേപോലെ വെലോസിറ്റി കമ്പോണൻ്റ് ഉണ്ടാവും, ആക്സിലറേഷൻ കമ്പോണൻ്റ് ഉണ്ടാവും. വെലോസിറ്റി കമ്പോണൻറ്റിൽ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റിന് പകരം അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ കമ്പോണൻറ്റിന് പകരം ഇവിടെ ഉണ്ടാവുക ഒരു റേഡിയൽ കമ്പോണൻറ്റും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻറ്റും ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആംഗിൾ കമ്പോണൻറ്റ്. അതായത് ഒരു ആർ കമ്പോണൻറ്റും ഒരു തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്ന് എഴുതുന്ന പകരം നമ്മളിവിടെ എഴുതുന്നത് എന്താ? വി ആർ ഐ പ്ലസ് വി തീറ്റ ജെ. അതേപോലെ നമ്മൾ ഇതിൽ വി ആർ, അവിടെ പണ്ട് നമ്മൾ വി എക്സ് ഇസ് ഈക്വൽ ടു ഡി ആർ എക്സ് ബൈ ഡി
ടി എന്ന് എഴുതിയില്ലേ, അതേപോലെ ഇവിടെ വി ആർ എന്ന് പറയുന്നത് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. വേർ വി തീറ്റ എന്ന് പറയുന്നത് ആർ ഇൻറ്റു, അതായത് തന്നിരിക്കുന്ന ആറ് റേഡിയൽ കമ്പോണൻറ്റ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ചെയ്താലാണ് നമുക്ക് വി തീറ്റ കിട്ടുക. ഇതിനെ നമ്മൾ ഈ വെക്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതും. അതിൻ്റെ മോഡ് എടുക്കുമ്പോഴാണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് പോളാർ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ആണ്. സെയിം ആക്സിലറേഷനെ നമുക്ക് എന്ത് എഴുതാം? വെക്റ്റർ എ ഈസ് ഈക്വൽ ടു എ ആർ ഐ പ്ലസ് എ തീറ്റ ജെ. എ ആർ ഐ പ്ലസ് എ തീറ്റ ജെ. വേർ എ ആർ എങ്ങനെ കണ്ടുപിടിക്കുക? ഡി സ്ക്വയർ ആർ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ടി സ്ക്വയർ. നേരത്തെ ഒക്കെ നമുക്ക് എക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ, അല്ലെങ്കിൽ വെലോസിറ്റീനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആക്സിലറേഷൻ കമ്പോണൻറ്റ് കിട്ടിയിരുന്നു. പക്ഷേ പോളാർ കോർഡിനേറ്റിൽ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് കമ്പോണൻറ്റ് കിട്ടില്ല. നമുക്ക് ചെയ്യേണ്ടത് കുറച്ചൊരു വലിയ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ആർ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഹോൾ സ്ക്വയർ. തീറ്റ അതായത് ആംഗിൾ കമ്പോണൻറ്റ് നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് ആർ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഇതിലെ മോഡ് വെക്റ്റർ എ കിട്ടുന്നത് റൂട്ട് ഓഫ് എ ആർ സ്ക്വയർ പ്ലസ് എ തീറ്റ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടി കൺഫ്യൂഷൻ ആവണ്ട, എല്ലാം കൂടി സമ്മർ ചെയ്തിട്ട് ഞാനൊരു ടാബുലാർ കോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോളാർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ടാബുലാർ കോളം, അതായത് ഈ ടാബുലാർ കോളം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ടാബുലാർ കോളത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിൽ 2 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് റേഡിയൽ കമ്പോണൻ്റ് ഉണ്ട്, ഒന്ന് ട്രാൻസ്വേഴ്സ് കമ്പോണൻ്റ് ഉണ്ട്. റേഡിയൽ കമ്പോണൻറ്റിനെ നമ്മൾ ആർ റെപ്രസെൻ്റ് ചെയ്യും, ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റിനെ നമ്മൾ തീറ്റ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇതുവരെ നമ്മൾ പഠിച്ച 3-4 സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡ് തന്നെയാണ് ഇത് സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടേബിൾ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു ടേബിളും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിന് വെലോസിറ്റി ഉണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. ഫസ്റ്റ് വെലോസിറ്റിയാണ്. വെലോസിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വി ഈസ് ഈക്വൽ ടു വി ആർ ഐ പ്ലസ് വി തീറ്റ ജെ ആണ്. ഇതിൻ്റെ മോഡ് കിട്ടാൻ നമുക്ക് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി തീറ്റ സ്ക്വയർ ചെയ്താൽ മതി. പക്ഷേ ഇതിൽ വി ആറും വി തീറ്റ എന്താണെന്നറിയണം. അപ്പോൾ വി ആർ കണ്ടുപിടിക്കാനാണ് ഡയറക്റ്റ് തന്നിരിക്കുന്ന ആറിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് വി ആർ കിട്ടും, സാധാരണ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്. ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ് വി തീറ്റ കിട്ടാൻ, ഇതിൻ്റെ ഉള്ളിലുള്ള വി തീറ്റ കിട്ടാൻ നമുക്ക് ചെയ്യേണ്ടത് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ചെയ്യണം. നമ്മൾ വിചാരിക്കും ഡി തീറ്റ ബൈ ഡി ടി മാത്രം ചെയ്താൽ കിട്ടുമെന്ന്, പക്ഷേ പോളാർ കോർഡിനേറ്റിൽ അങ്ങനെ കിട്ടില്ല. ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ആക്സിലറേഷൻ ആണ്. സിമിലർലി ആക്സിലറേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു എ ആർ ഐ പ്ലസ് എ തീറ്റ ജെ and magnitude of acceleration is given by a is equal to root of ar square plus a theta square. വേർ എ ആറും എ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനാണ് നെക്സ്റ്റ് 2 കോളത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റാണ് എ ആർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ആർ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ആർ, ഡി സ്ക്വയർ ആർ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഹോൾ സ്ക്വയർ. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ 2 ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ആർ ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ, അതായത് 2 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് ആർ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഇത് വലിയൊരു ഇക്വേഷനാണ്, ഇത് വലിയൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ടുള്ളൂ. അപ്പോൾ പോളാർ കമ്പോണൻറ്റിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ, പോളാർ കോർഡിനേറ്റിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്: തന്നിരിക്കുന്ന ആറിൻ്റെയും തീറ്റൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് ആവശ്യമുണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്പോഴന്നെ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷൻ എഴുതി അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളാണ് പ്രോബ്ലം ചെയ്യാൻ, നമ്മൾ വിചാരിക്കുന്ന അത്ര ടഫൊന്നുമില്ല. നമുക്ക് 2 എക്സാമ്പിളായിട്ട് ഓരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എടുത്തു. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 8t
5 and y is equal to t cube plus 2t square plus 4t plus 4. Find the initial velocity and initial acceleration of the particle and velocity and acceleration of particle at t is equal to 5 second. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനീഷ്യൽ എന്ന് പറയാൻ തന്നെ കാരണം എന്താ, അവിടെ ടി ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ടി ഈസ് ഈക്വൽ ടു 5 വെച്ചിട്ടും കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് എലോങ് എ കർവ്ഡ് പാത്താണ്. കാരണം എന്താ, ഇതിൻ്റെ ഇക്വേഷൻ തന്നെ ടി ക്യൂബും ടി സ്ക്വയറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ആണ് തന്നിട്ടുള്ളത്. എക്സ് വൈ കമ്പോണൻറ്റ് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ആണോ തന്നത്, നോർമൽ കോർഡിനേറ്റ് ആണോ തന്നത്, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ് ആണോ തന്നത്. എക്സും വൈ എന്ന് തരുന്ന റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യേണ്ടത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയും ആക്സിലറേഷനുമാണ്. 2 കേസിലാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന എല്ലാത്തിലും നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നത് എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 8t മൈനസ് 5 ആണ്. ഈ ഒരു ടേമിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അപ്പോൾ വി എക്സ് എന്ന് പറയുന്നത് എന്താ, അതായത് വെലോസിറ്റി ഓഫ് എക്സ് ഇൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇതിനെ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് ടി സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2t, 8ൻ്റെ ഡിഫറൻസിയേഷൻ 8. എ എക്സ് എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഈ 2t പ്ലസ് 8ൻ്റെ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, എ എക്സ് കിട്ടുക 2. ഇങ്ങനെ നമ്മൾ വൈൻ്റെ വി വൈയും എ വൈയും കണ്ടുപിടിക്കും. വൈ എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് പ്ലസ് 2t സ്ക്വയർ പ്ലസ് 4t പ്ലസ് 4 ആണ്. ഇതിന് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി വൈ കിട്ടും. ദാറ്റ് ഈസ് 3t സ്ക്വയർ പ്ലസ് 4t പ്ലസ് 4 കിട്ടും. ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എ വൈ കിട്ടുന്നത്. ദാറ്റ് ഈസ് 6t പ്ലസ് 4. നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യം കണ്ടുപിടിക്കുകയാണ്. വി ഇസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ ആണ് നമുക്കറിയാം. എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്നറിയാം. അപ്പോൾ അതിൽ വി വൈ എന്താ, വി എക്സ് എന്താ, എ വൈ എന്താ, എ എക്സ് എന്താ എന്നൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചു. ഇനി വെലോസിറ്റി വെക്ടറാണ്. നമുക്കറിയാം വെലോസിറ്റി വെക്ടർ ഇസ് ഈക്വൽ ടു എന്താ, വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. വി എക്സ് എന്ന് പറയുന്നത് 2t പ്ലസ് 8 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ വി വൈ എന്ന് പറയുന്നത് 3t സ്ക്വയർ പ്ലസ് 4t പ്ലസ് 4 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പകരം അവർ ഇനീഷ്യൽ വെലോസിറ്റി ചോദിച്ചു. ദാറ്റ് ഈസ് ടീൻ്റെ വാല്യൂ 0 ആവുന്ന കേസാണ്. അപ്പോൾ വി എക്സിൽ ടീൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ നമുക്കിത് 8 എന്ന് കിട്ടും. വി വൈയിൽ ടീൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഇത് 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടറിനെ എങ്ങനെ എഴുതാം, നമുക്ക് എഴുതേണ്ടത് വി എക്സ് ഐ ആണ്. ഇവിടെ വി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആയതുകൊണ്ട് 8i പ്ലസ് വി വൈ ജെ ആണ്. ദാറ്റ് ഈസ് വി വൈ എന്ന് പറയുന്നത് ഇവിടെ 4, ദാറ്റ് ഈസ് 4j. ഇതിനെയാണ് നമ്മൾ വെലോസിറ്റി വെക്ടർ എന്ന് പറയുക. മോഡ് വെക്ടർ എങ്ങനെ എഴുതുക, റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, വെലോസിറ്റിൻ്റെ വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് വെലോസിറ്റിൻ്റെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 8.94 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഫസ്റ്റത്തെ ആൻസറായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നമുക്കറിയാം എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്നാണ് എഴുതുക. അതിൽ എ എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എ വൈൻ്റെ വാല്യൂ 4t പ്ലസ് 4 ആണെന്നും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇനീഷ്യൽ ആക്സിലറേഷൻ ആയതുകൊണ്ട് ടീൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടീൻ്റെ വാല്യൂ ഇതിൽ ടി ഇല്ലാത്തതുകൊണ്ട് എ എക്സ് ഇസ് ഈക്വൽ ടു 2 ഓൾറെഡി കിട്ടി. എ വൈയിൽ ടീൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടി 0 ആയിട്ട് നമുക്ക് 4 എന്ന് കിട്ടി. നമുക്ക് വെക്റ്റർ എ എങ്ങനെ എഴുതാം, എ എക്സ് ഐ, എ എക്സ് എന്ന് പറയുന്നത് 2i പ്ലസ് 4j എന്ന് എഴുതാം. മോഡ് വെക്റ്റർ എ എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആയിരിക്കും. റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ നമുക്ക് 4.47 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനും മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിൻ്റെ എന്ന് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം. അടുത്ത രണ്ടാമത്തെ ബി പാർട്ട് എന്ന് പറയുന്നത് എന്താ,
ബി പാർട്ട് ക്വസ്റ്റ്യൻ വെൻ ടിക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 0ക്ക് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ വെലോസിറ്റി വെക്ടറും ആക്സിലറേഷനും കണ്ടുപിടിക്കുക. അപ്പോൾ വി എക്സ് ഐ പ്ലസ് വി വൈ ജെ അറിയാം. വി എക്സിൻ്റെ വാല്യൂ ഇതാണ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ടീൻ്റെ വാല്യൂ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 18 കിട്ടും. വി വൈൻ്റെ വാല്യൂ ടിക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 99 കിട്ടും. അപ്പോൾ നമ്മൾ വെക്റ്റർ വി എന്തായി മാറി, 18i പ്ലസ് 99j എന്നായി. മോഡ് വെക്റ്റർ എങ്ങനെ കിട്ടും, 18 സ്ക്വയർ പ്ലസ് 99 സ്ക്വയർ കിട്ടും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 100.62 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതേപോലെ വെലോസിറ്റി ചെയ്യുക. വെലോസിറ്റി നമുക്കൊരു അറിയാം, എ എക്സ് എന്ന് പറയുന്നത് 2 ആണ്, എ വൈ എന്ന് പറയുന്നത് ടീൻ്റെ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 × 5 + 4 = 34 കിട്ടും. വെക്റ്റർ എ നമുക്ക് എന്ത് എഴുതാം, 2i പ്ലസ് 34j എന്ന് എഴുതാം. മോഡ് വെക്റ്റർ എക്ക് നമുക്ക് 2 സ്ക്വയർ പ്ലസ് 34 സ്ക്വയർ എഴുതുമ്പോൾ നമുക്ക് ആൻസർ 34.05 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സിമ്പിളാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് ആണ് ആൻസർ. ഇതെന്തായാലും നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോബ്ലമാണ്. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ദ പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ പോളാർ കോർഡിനേറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലംസ് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ടാബുലാർ കോളത്തിൽ എഴുതിയ ഇക്വേഷൻസ് മനസ്സിലേക്ക് വരിക. r is equal to 5 + 7t² എന്നും തീറ്റ is equal to 6 + 3t² എന്നും തന്നിട്ടുണ്ട്. r is in meter, theta is in radian, t is in second. Determine the magnitude of velocity and acceleration when the particle t is equal to 5 seconds. ഇവിടെയും ആക്സലറേഷനും വെലോസിറ്റിയും തന്നെ കണ്ടുപിടിക്കേണ്ടത് t 5 സെക്കൻഡ് ആകുമ്പോൾ. തന്നിരിക്കുന്നത് പോളാർ കോർഡിനേറ്റ്സ് ആണ്. പോളാർ കോർഡിനേറ്റ്സ് ആകുമ്പോൾ അതിലുള്ള വെലോസിറ്റി, അതിലുള്ള ആക്സലറേഷൻ്റെ ഒക്കെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആറിൻ്റെ വാല്യൂ 5 + 7t² എന്നും തീറ്റൻ്റെ വാല്യൂ 6 + 3t² എന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആറിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാം. ഇവിടെ dr/dt എന്ന് പറയുമ്പോൾ 7t² 14t എന്നും കിട്ടും. എന്താണ് ഇതിൻ്റെ ഈ 14tൻ്റെ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. അടുത്തത് തീറ്റയാണ്. തീറ്റൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് dθ/dt, അതായത് ഇത് നമുക്ക് ചെയ്യുമ്പോൾ 3t² 6t കിട്ടും. ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d² θ/dt² കിട്ടും, അത് 6 എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു dr/dt d²r/dt ഒക്കെ ഇത് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് ആദ്യം നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ആറിൻ്റെയും, അതായത് അതിൻ്റെ റേഡിയൽ കമ്പോണൻറ്റിൻ്റെയും ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കുക. പിന്നെ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് വേണ്ടത് വെലോസിറ്റിയാണ്. വെലോസിറ്റീനെ നമുക്ക് എന്ത് എഴുതാം, VRI + Vθj എഴുതാം. അതിൽ VR എന്ന് പറയുന്നത് എന്താ, dr/dtനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, VR എന്ന് പറയുന്നത്. ഡയറക്റ്റാണ്. dr/dt എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 14t ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 14t അങ്ങനെ എഴുതാൻ പറ്റില്ല, നമുക്ക് t = 5 ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 14 × t എന്ന് പറയുന്നത് 14 × 5 എന്ന് പറയുന്നത് എത്രയാണ്, 70. അപ്പോൾ VR എന്ന് പറയുന്നത് 70 ആണെന്ന് കിട്ടി. അടുത്തത് AR ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് അടുത്ത AR അല്ല, Vθ ആണ് കണ്ടുപിടിക്കുന്നത്. Vθ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താ, r × dθ/dt ആണ്. r എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നിട്ടുള്ളത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. r is equal to 5 + 7t² ആണെന്ന്. 5 + 7t² ഇൻറ്റു dθ/dt, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 6 × t. ഇതിൽ ടിക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5 + 7 × t² എന്ന് പറയുന്നത് എത്രയാണ്, 25 × 6 × 5.
ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 5400 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ വി ആറിൻ്റെതും വി തീറ്റൻ്റെതും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 70 എന്നും 5500 എന്നും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി വെക്ടർ എങ്ങനെ എഴുതാം? 70I പ്ലസ് 5400J എന്ന് എഴുതി. മോഡ് വെക്ടർ ചെയ്യുന്ന നമുക്ക് എന്താ എഴുതാം? √70² പ്ലസ് 5400² എന്ന് എഴുതി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ 5400.45 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഈസി അല്ലേ ചെയ്യാൻ? ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുക, ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇതേപോലെ നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ARI പ്ലസ് AθJ ആണ്. ഇതിൽ AR സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, Aθ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. AR എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? ARൻ്റെ ഇക്വേഷൻ നമുക്കറിയാം d²r/dt² മൈനസ് r × dθ/dt². ഇതിലെ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് റേഡിയൽ കമ്പോണൻറ്റ് 14 ആണെന്നറിയാം. അപ്പോൾ 14 മൈനസ് r എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 + 7t² ഇൻറ്റു dθ/dt. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ് 60 ആണ് അറിയാം, അതിൻ്റെ സ്ക്വയർ എടുത്തു. ഈ ഇക്വേഷനിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ടീൻ്റെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ ARൻ്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ടീൻ്റെ വാല്യൂ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -161,986 എന്നാണ് കിട്ടുക. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, ഏകദേശം ഈ വാല്യൂവിന് കിട്ടും. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Aθൻ്റെ വാല്യൂ ആണ്. Aθൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2 × dr/dt ഇൻറ്റു dθ/dt പ്ലസ് r × d²θ/dt². നമ്മൾ അതേപോലെ എഴുതി 2 × ഫസ്റ്റ് ഡെറിവേറ്റീവ് 14t ഇൻറ്റു 6t ബ്രാക്കറ്റ് ഇട്ടു പ്ലസ് r എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 + 7t² ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ് 60. എല്ലാം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്തത് ടീൻ്റെ വാല്യൂ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കണം. 14tയിലെ ടീക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 60യിലെ 5ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, t² 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ = 5280 എന്ന് കിട്ടും. 5280. അപ്പോൾ ആദ്യം കിട്ടിയത് ARൻ്റെ വാല്യൂ -161,986 ആണെങ്കിൽ രണ്ടാമത് കിട്ടിയത് 5280 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ARI പ്ലസ് AθJ എന്നുള്ളതിന് നമുക്ക് എന്തെഴുതാം? -161,986 I പ്ലസ് 5280J. ഇതാണ് നമ്മളെ വെക്ടർ. മോഡ് ചെയ്യാൻ നമുക്ക് എന്തെഴുതാം? √161,986² പ്ലസ് 5280². ഇതിൻ്റെ ആൻസർ 162,072.02 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മളെ ആൻസർ. ആ ഇക്വേഷൻ മാത്രം ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ഡിഫറൻസിയേഷനൊക്കെ ചെയ്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം 3. ആദ്യത്തെ പ്രോബ്ലം 1ൻ്റെ അതേ ടൈപ്പ് പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക, എന്നിട്ട് ആൻസർ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.